ആസ്റ്ററൽ പ്രൊജക്ഷൻ എന്ന സാത്താൻ സേവയുടെ പേരിൽ മാതാപിതാക്കളെ അടക്കം 4 പേരെ കൊലപ്പെടുത്തിയ നന്ദൻകോട് കൂട്ടക്കൊലപാതകം 2017 ഏപ്രിൽ 9-നാണ്. അതായത് 7 വർഷം മുൻപാണ് തലസ്ഥാനത്തെ നഗരഹൃദയത്തിലുള്ള ആ വീട്ടിൽ 4 മനുഷ്യ ശരീരങ്ങൾ വെന്തടങ്ങിയത്. അവിടെ എത്തിയാൽ ഇപ്പോഴും ഭയപ്പെടുത്തുന്ന ഏകാന്തതയാണ്. സമാനമായ ഏകാന്തതയിൽ പ്രതി കേഡൽ ജിൻസൺ രാജ പൂജപ്പുര സെൻട്രൽ ജയിലിൽ വിചാരണ കാത്ത് കഴിയുകയാണ്. അതിനിടെ പ്രതിക്ക് വിചാരണ നേരിടാനുള്ള മാനസിക ആരോഗ്യമുണ്ടെന്ന് വ്യക്തമാക്കി മെഡിക്കൽ ബോർഡ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ മാസം 22-ന് പ്രതിയെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കും. മാനസിക നിലയുടെ തകരാറ് കൊണ്ട് സംഭവിച്ച കൊലപാതകങ്ങളാണെന്നും അതുകൊണ്ട് കേസിൽ നിന്നും വിടുതൽ ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് കോടതിയിൽ കേദൽ ഹർജി സമർപ്പിച്ചിരുന്നു. കേദലിന്റെ ഈ ആവശ്യം തള്ളിയ കോടതി പ്രതിയുടെ മാനസിക നിലയെക്കുറിച്ച് വ്യക്തത വരുത്തിയ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. തുടർന്ന് മെഡിക്കൽ ബോർഡ് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് പ്രതി കേദലിന്റെ മാനസിക നിലയിൽ തകരാറില്ലെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. വിചാരണ നേരിടാനുള്ള മാനസികാരോഗ്യം പ്രതിക്കുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. തിരുവനന്തപുരം 6-ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ഏപ്രിൽ 8-നാണ് കേദൽ ജിൻസൺ രാജയുടെ മാതാപിതാക്കളും സഹോദരിയും ബന്ധുവും അതിദാരുണമായി കൊല്ലപ്പെട്ടത്. മുഖ്യപ്രതിയായ കേദലിനെതിരെ ഗുരുതരമായ കുറ്റങ്ങളാണ് കുറ്റപത്രത്തിൽ ചുമത്തിയിട്ടുള്ളത്. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, മാരകായുധങ്ങൾ ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക, വീട് നശിപ്പിക്കുക എന്നിങ്ങനെയുള്ള കുറ്റങ്ങൾ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ദുർമന്ത്രവാദത്തിന്റെ ഭാഗമായുള്ള ആസ്റ്ററൽ പ്രൊജക്ഷൻ പരിശീലിക്കുന്നതിനായാണ് കൊലപാതകമെന്നായിരുന്നു പ്രതി പോലീസിനോട് പറഞ്ഞത്. ക്ലിഫ് ഹൗസിന് സമീപത്തുള്ള ബെയിൻസ് കോമ്പൗണ്ടിലെ 117-ാം നമ്പർ വീട്ടിലാണ് പ്രൊഫസർ രാജതങ്കം, ഭാര്യ ഡോക്ടർ ജീൻ പത്മ, മകൾ കരോലിൻ, ബന്ധു ലളിത എന്നിവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് 18 തിരുവനന്തപുരം.